നഴ്സിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു പ്രൊഫഷൻ മാത്രമല്ല, ഇറ്റ്സ് എ ഗോഡ്സ് കോളിംഗ്. ഞാൻ 25 വർഷമായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എന്നാൽ 20 വർഷമായിട്ട് ഓൺകോളജി ഫീൽഡിലാണ്. ഒരു മാസക്കാലത്തോളം ഞാനിങ്ങനെ ഹോസ്പിറ്റലും വീടുമായിട്ട് കഴിച്ചു കൂട്ടിയ സമയത്ത് എൻ്റെ സർജിക്കൽ ക്ലിനിക്കിൽ നിന്ന് എന്നെ ഓൺകോളജിയിലേക്ക് റെഫർ ചെയ്തപ്പം മറ്റുള്ള സിസ്റ്റേഴ്സിനെ അറിയാമെങ്കിലും അവർക്കൊക്കെ എൻ്റെ ഈ അസുഖത്തെക്കുറിച്ചും അറിയാം. എന്നാൽ ആരും എന്നോട് ഇതിനെക്കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓൺകോളജിയിലെ സിസ്റ്റർ, ഞാൻ ഈ സിസ്റ്റർ എടുക്കെ ചെന്നിട്ട് ചോദിച്ചു, സിസ്റ്ററെ ഓൺകോളജിയിലെ സിസ്റ്റേഴ്സിനെ ആരെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചു. കാരണം ഓൺകോളജി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതിനു മുമ്പ് തന്നെ ഈ പുള്ളിക്കാരി എന്നും കാണുന്നത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി മൊത്തം വായിക്കുമായിരുന്നു. കീമോതെറാപ്പി അല്ലെങ്കിൽ ഓൺകോജനിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കീമോതെറാപ്പി ഇല്ലാതെ തന്നെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിൽ കൂടി പോകാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ എനിക്ക് പറ്റി. ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്കതൊരു ഷോക്കായിപ്പോയി. കാരണം ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓൺകോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ പുള്ളിക്കാരി ഡിപ്രസ്ഡ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, കീമോതെറാപ്പിയുടെ ആവശ്യം ഉണ്ടാവില്ല, കാരണം നമുക്ക് ഓൺകോജനിക് ടെസ്റ്റ് ചെയ്താൽ അത്, കാരണം ഏജും എല്ലാം വെച്ച് നോക്കുമ്പം ഈ ഓൺകോജനിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് മാത്രം മതി, പിന്നെ റേഡിയേഷൻ തെറാപ്പി. അതിൻ്റെ റിസൾട്ട് വന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് അത് കീമോതെറാപ്പി ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ ആണ് ഞങ്ങളുടെ ജേർണി തുടങ്ങുന്നത്. പുള്ളിക്കാരി ഇപ്പോൾ ഓരോ സംശയങ്ങളുമായിട്ട് വിളിക്കും, ഫോൺ ചെയ്യും. പക്ഷേ അതെനിക്കൊരു ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ്. പുള്ളിക്കാരി എന്നോട് ചോദിക്കുന്നതിൻ്റെ ഓരോ കാര്യത്തിനും എനിക്ക് വെറുതെ അങ്ങ് പറയുന്നതിന് ഇഷ്ടമല്ല. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ പഠിച്ച് അതിന് ഒരു നല്ലൊരു ആൻസർ പറയുവാനും അത് മനസ്സിലാക്കി കൊടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ റേഡിയേഷൻ തെറാപ്പി, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ റേഡിയേഷൻ തെറാപ്പി ഇല്ല. അതിന് വേറൊരു ഹോസ്പിറ്റലുമായിട്ട് പോകണം. അതിനുവേണ്ടി പുള്ളിക്കാരി നാട്ടിൽ പോകാനും വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഒത്തിരി പഴക്കം പാകുന്നതാണ്. അപ്പം എനിക്കറിയാവുന്നൊരു വ്യക്തി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഡോക്ടറായിട്ട്. പുള്ളിക്കാരിയെ കോൺടാക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു മാക്സിമം ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് ഈ പുള്ളിക്കാരിക്ക് റേഡിയേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് റേഡിയേഷൻ തെറാപ്പി വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. ഇതിൻ്റെ ആ തീച്ചൂള എന്ന് പറയുന്നത് ഒരു ഭയങ്കരമാണ്. കാരണം അതിനകത്തൂടെ ജേർണി ചെയ്യുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയാൻ പറ്റത്തുള്ളൂ. ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഭയപ്പെടുത്തുന്നൊരു രോഗമാണ്. അവരുടെ പേടി, ഉത്കണ്ഠ, അതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എൻ്റെ ഫാമിലിയിലും ഞാൻ കടന്നു പോയിരുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്നത്. 2 മാസക്കാലം ഞാൻ ഹോസ്പിറ്റലിലെ വീട് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ സിസ്റ്റർ മാത്രമാണ് എനിക്ക് അഭയം. ഞാൻ ചെന്ന ഉടനെ ഈ സിസ്റ്ററെ ആയിരിക്കും കാണുന്നത്. എൻ്റെ ഈ ജേർണിയിൽ കൂടിയാണ് എനിക്ക് ഈ സിസ്റ്ററെ ഇത്രയും മനസ്സിലാക്കാനും എൻ്റെ വിഷമത്തിലും എൻ്റെ പ്രയാസത്തിലും ഞാൻ ഭാരപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ, പക്ഷേ അല്ല, എൻ്റെ ജീവിതത്തിൽ ഇതൊരു സിമ്പിളല്ല. എനിക്ക് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ വീട്, ചർച്ച, ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പം ഈ സിസ്റ്റർക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതും ഞാൻ ഇങ്ങനൊരു ഏഞ്ചൽ അവാർഡിന് വേണ്ടി ഞാൻ എഴുതി കൊടുത്തതും എല്ലാം. കാരണം എനിക്കിത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എനിക്ക് ഈ സിസ്റ്ററെ മറക്കാൻ പറ്റില്ല. The journey with Dr. Shaila is profound because when our dad was diagnosed with stage 4 cancer of pancreas and colon, as far as our journey with our dad, what I will say is Dr. Shaila was not just a head nurse, but she was a partner to our family. She was with our dad while he was walking, all the way right through his deathbed. You can say that even though she was the head nurse and there is a true hierarchy, we live in a world full of hierarchies, she made sure that she would be with each and every patient, not just my dad. And that's why 2 years later, we still have this very well-established relationship. And this relationship is one that is built on mutual respect, love, and understanding of how tough this journey can really be. So I really want to thank Dr. Shaila for what she has done for our family, and God bless her for all the work that she still does at Dubai Hospital. ഒരു ചലഞ്ചിൽ കൂടിയാണ് കടന്നു പോയത്. അവിടെ എനിക്ക് ദൈവമായിട്ട് കാണിച്ചു തന്നതാണ് സിസ്റ്റർ ഷൈല എന്ന ഏഞ്ചലിനെ. അതുകൊണ്ട് 101% സിസ്റ്റർ ഷൈല തന്നെയാണ് ഈ ഏഞ്ചൽ അവാർഡിന് വളരെ അർഹതപ്പെട്ടവളാണെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുന്നു. With every gentle smile, she gave strength and hope. A true angel in every way. മറ്റുള്ളവർക്ക് ഒരു ചെറിയൊരു സേവനം ചെയ്യുമ്പോൾ അതെൻ്റെ സർവശക്തന് ചെയ്തു കൊടുക്കുന്നത് പോലെ ഒരു ഫീലിങ്സ് എനിക്ക് ലഭിക്കുകയും അതുതന്നെയാണ് എൻ്റെ ജീവിത മാർഗം എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒരു ചെറിയൊരു പുഞ്ചിരി മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് എൻ്റെ ജീവിത യാത്രയിലെ ഏറ്റവും വലിയൊരു നേട്ടം.
can be